നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്ന UDF മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ കടുത്ത തീരുമാനമെന്ന സൂചന നൽകി VD സതീശൻ. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി KC പക്ഷം. സീനിയോറിറ്റിക്ക് മുൻഗണന നൽകണമെന്ന് ചെന്നിത്തല. ഘടകകക്ഷികളുമായി ചർച്ച നാളെ. സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് മുതൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് വേണ്ട വിധത്തിൽ പരിഹരിച്ചിട്ടുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. കോൺഗ്രസിൽ നിലവിൽ 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. 3 പേരും പ്രിയപ്പെട്ടവരാണെന്നും ആന്റണി. മുഖ്യമന്ത്രി തർക്കത്തിൽ നിലപാട് വ്യക്തമാക്കി K മുരളീധരൻ. സമൂഹമാധ്യമങ്ങളിലെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും പാർട്ടിക്ക് അതിന്റെ ചിട്ടവട്ടങ്ങളുണ്ടെന്നും K മുരളീധരൻ. UDF-ന്റേത് ടീം വർക്കിന്റെ വിജയമാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ. ഡൽഹിയിലും കേരളത്തിലും വിവിധ ജില്ലകളിലുമാണ് ഫ്ലെക്സുകൾ ഉയർന്നത്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ആർക്കും താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും KC. മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്തെത്തി. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് AKG സെന്ററിലെ വാഹനത്തിലാണ് ക്ലിഫ് ഹൌസിലേക്ക് എത്തിയത്. ക്ലിഫ് ഹൌസ് ഉടൻ ഒഴിയും. ചിന്താ ഫ്ളാറ്റിലേക്കാണ് താമസം മാറുന്നത്. ബംഗാളിൽ പുതിയ BJP സർക്കാർ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് റിപ്പോർട്ട്. മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാകും പുതിയ മുഖ്യമന്ത്രി. ബംഗാളിലും അസമിലും BJPക്കെതിരെ വോട്ട് ചോരി ആരോപണവുമായി മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും. തമിഴ്നാട്ടിലെ ഗംഭീര വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് TVK. 2 ദിവസത്തിനകം MLA-മാരുടെ യോഗം ചേരും. വിജയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും. TVK DMK സഖ്യകക്ഷികളുടെ പിന്തുണ തേടും. സിനിമാ സീരിയൽ താരം സന്തോഷ് K നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. അടൂർ ഏനാത്ത് MC റോഡിൽ രാവിലെ 6:30-യോടെയായിരുന്നു അപകടമുണ്ടായത്. തിരുവനന്തപുരത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് സന്തോഷ് യാത്ര ചെയ്ത കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന പാഴ്സൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. വടകര മണിയൂർ തുറശ്ശേരിക്കടവിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ഇരിങ്ങോട്ട് സജീവൻ, ഷിനോജ് എന്നിവരുടെ വീടാണ് തകർന്നത്. പുലർച്ചെ 1 മണിയോടെയാണ് അപകടം. ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇറാന്റെ ആക്രമണം. UAE-ക്ക് നേരെ മിസൈൽ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. 12 ബാലസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും പ്രതിരോധിച്ചെന്ന UAE. വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു.